Hi guys, welcome back to my channel. സോ ഞാൻ ഒരു സിംഗിൾ റൂമിലേക്ക് മാറിയ വിവരം ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ത്രൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെയാണ് ഞാനിവിടെ എത്തിയത്. സാധനങ്ങളൊക്കെ കൊണ്ട് ഒരുവിധം ഇവിടെ ഒതുക്കിയായിരുന്നു. ബട്ട് ഇന്ന് രാവിലെ എത്താൻ പറ്റിയത് ഞാൻ ചായ കുടിച്ച ക്ലാസ്സാണ് ഈ ശരിക്കുന്നത്, ആരും മൈൻഡ് ചെയ്യണ്ട. എനിവേ ഞാനിപ്പോൾ ഓർഗനൈസിങ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിക്കൂടാന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ കരുതി നിങ്ങളെ എൻ്റെ റൂം കാണിക്കാം ആൻഡ് എൻ്റെ ഓർഗനൈസിങ്ങും എല്ലാം കൂടെ ഒരു വീഡിയോയിലങ്ങ് ഒതുക്കാമെന്ന്. എനിവേ ദിസ് ഇസ് മൈ റൂം. ഇത് ആക്ച്വലി എനിക്ക് ഈ കോർണർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കോർണർ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. സി, അടിപൊളിയല്ലേ? ഇന്ന് ഡാൻസ് ചെയ്യാനായാലും വീഡിയോ എടുക്കാനായാലും ഒക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ ഈ ഒരു കോർണർ? എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഐ വിൽ ഷോ യു ദാറ്റ്. ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെയാണ്. സോ ഇനി നമുക്ക് കാണാം. സോ നിങ്ങളിത് കാണൂ. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചോട്ടെ. സോ ദിസ് ഇസ് ഹൗ ലുക്കിംഗ്. കണ്ടില്ലേ? സെറ്റല്ലേ ഗൈസ്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. തുണിയൊക്കെ ഒരുവിധം ഞാൻ തുടങ്ങിയായിരുന്നു ഓർഗനൈസിങ്. ഇത് ഇവിടെ തന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്തതാണ് ഈ ഒരു കബോർഡ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 2000 സംതിങ്. ഇതിൽ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കബോർഡിൽ എൻ്റെ ജീൻസിൻ്റെ ടോപ്സും കുറേ ഹുഡീസും ഷോ യു സംതിങ്. കണ്ടില്ലേ? ഞാൻ ഇതെല്ലാം ഇവിടെ അടുക്കി വെച്ചു. ദെൻ നമുക്ക് ഇങ്ങനെ അടയ്ക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി വൺ. അതിങ്ങനെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇതും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സെറ്റപ്പ്. ഓക്കെ, അവിടെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സാധനം കൊണ്ടുവെക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് തുടയ്ക്കാം. ഇത് എൻ്റെ ഒരു ട്യൂഷൻ കുട്ടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ എനിക്കിത് ഭയങ്കര മെമ്മറബിളാണ്. എൻ്റെ ഒരു ലവിൻ്റെ സാധനം ഇവിടെയുണ്ട്. എൻ്റെ ഇതും കൂടെ വെച്ചു. നിങ്ങളൊക്കെ കാണിച്ച് തരട്ടെ. അടിപൊളി. വാവ്, അടിപൊളി അല്ലേ? സെറ്റായിട്ടുണ്ട്. ഇത് സ്ലോമോയിലകത്തോട്ട് ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഈ സൈഡിൽ നമുക്കൊന്ന് നോക്കാം. വാവ്, ഇത് ആക്ച്വലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെട്ടിയാണ്, ബോക്സ്. സോ ഇതെനിക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാനിത് ഇവിടെ കീപ്പ് ചെയ്യും. സോ ഇതിവിടെ കീപ്പ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചും കൂടെ നീക്കാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ. ഞാൻ ഈ പെട്ടി നമ്മൾ മുമ്പേ വെച്ച ഗ്ലാസിൻ്റെ രണ്ട് വെച്ചിട്ട് അങ്ങോട്ട് വെക്കാനായിരുന്നു ഞാൻ. ആ പെട്ടി ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക്. മോസ്റ്റ് ഫേവറേറ്റ് പെട്ടി. കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടി. ആ കളറ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ പിന്നെ ഒരു ഫ്രെയിമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെക്കാൻ. ഒരു വൈറ്റ് ഫ്രെയിം എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ കാണിച്ചില്ലായിരുന്നു താമരയുടെ ബോർഡേക്ക് വെച്ച്. അത് ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതും വരുമ്പോൾ അടിപൊളിയായിരിക്കും എൻ്റെ മേള് കാണാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് അതെല്ലാം കളയാനുള്ളതാണ്. ഈ ടേബിൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അടുക്കി. ഇനിയുണ്ട് ഇത്രയും കാര്യങ്ങളോട് ചെയ്യാൻ. സോ അതുകൂടെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഫുള്ളി മാറ്റിയിട്ടായിരിക്കും. വെയിറ്റ് ആൻഡ് സീ.
ഇതാണ് നമ്മുടെ കോർണർ. എനിക്ക് ആക്ച്വലി കോർണർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയില്ലേ? സോ ദിസ് ഇസ് അവർ കോർണർ. അവിടെ നമുക്ക് റീലെടുക്കാം. ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ട്രൈപോഡ് വെച്ച് അവിടെ നിന്ന് നമുക്ക് റീലെടുക്കാൻ പറ്റും. പിന്നെ ബെഡ് അങ്ങോട്ട് ഇവിടെയായിരുന്നു ശരിക്കും ബെഡ് വന്നിരുന്നത്. ഞാനതെന്ത് ചെയ്തു, ഇങ്ങോട്ട് നീക്കി ഇട്ടു. കണ്ടാ? സോ ഇത് ഞാൻ ഇന്ന് യൂണിഫോമാണ് എൻ്റെ, അത് കാര്യമാക്കണ്ട. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. സൂപ്പറാണ്. ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ബെഡ്ഷീറ്റ്. ആൻഡ് ഈ ലൈറ്റ് ആക്ച്വലി ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒറിജിനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ വന്ന ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു. വന്ന ദിവസം തൊട്ട് ഇന്ന് ഈ ദിവസം വരെ ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ കൊച്ചിയിൽ വരുന്ന സമയത്ത് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രം കൊച്ചിക്ക് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പരിധിക്കപ്പുറം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അമൃതമായാൽ അമൃതം വിഷം, അങ്ങനെ എന്തോ അല്ലേ? അല്ല, അമിതമായാൽ അമൃതം വിഷം. മീൻസ് കുറേ പ്രാവശ്യം നമ്മളൊരു കാര്യം തന്നെ കുറേ എൻജോയ്മെൻറ്റ്സ്, കുറേ സെയിം തിങ് തന്നെ ഡെയിലി നടക്കുക, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മടുക്കും. സോ എനിക്ക് മടുത്തിട്ടില്ല. ഇപ്പോഴും റാൻഡമായിട്ട് എനിക്ക് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പോകും. മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടാലറിയാം, ഞാൻ ഒരു പറ്റം ആളുകളിൽ ചുരുങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് അവരില്ലാണ്ടൊരു ലൈഫില്ല, അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്സിൽ ഫുള്ള് ആളുകളെ കൊണ്ട് ചുറ്റപ്പെട്ടാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ ഞാനിൽ നിന്നും ഞാനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. കാര്യം എനിക്ക് പേടിയായിരുന്നു ആക്ച്വലി. ഒറ്റയ്ക്ക് എനിക്ക് പേടിയായിരുന്നു. പേടി മീൻസ് എന്നെ ഭൂതം പിടിക്കും, ആ പേടിയല്ല. എനിക്ക് ആ ഒരു ആ ഒരു സൈലൻസ് ഇല്ലേ, നമ്മൾ ആരും നമ്മുടെ ചുറ്റിനും ഇല്ലാത്ത ഒരു സൈലൻസ്, അത് എനിക്ക് ഭയങ്കര പേടിയാണ്. ആ ഒരു ഗിരി സൗണ്ടൊക്കെ. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും അജന്യയും കാത്തുവും ഞങ്ങളെല്ലാവരും ഒരു ദിവസം താമസിച്ചപ്പോൾ കാത്തു എവിടെയോ പോയി, ആജു ഉണ്ടായിരുന്നു. അപ്പോൾ ആജു ഇങ്ങനെ വന്നിട്ട്, ആരുമില്ല വീട്ടിൽ, ഇവരെല്ലാം പുറത്ത് പോയിക്കും, ആജു ഡബ്ബിന് പോയിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു സൈലൻസ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു. ഞാൻ കുറേ ബുക്കൊക്കെ വായിക്കാൻ ശ്രമിച്ചു. ഏതാ ബുക്ക്? റാം കെയർ ഓഫ് ആനന്ദി ഇല്ല, അതൊക്കെ വായിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു പാട്ട് കേൾക്കാൻ ഞാൻ ശ്രമിച്ചു. കുറച്ച് നേരം മിണ്ടാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നിട്ടും എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും ഭയങ്കരമായിട്ട് യക്ക് ഫീലായി എനിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴത്തേനും എനിക്ക് പൊട്ടി. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അലറി എന്നെ എടുത്ത് ആരെങ്കിലും വാ, എന്നെ ഒറ്റയ്ക്ക് എല്ലാവരും ഇട്ടിട്ട് പോയി, അങ്ങനെ കിടന്ന് കരയുക. അത്രയ്ക്ക് പേടിയാണ് എനിക്ക് ആ ഒരു സൈലൻസ്. അപ്പോഴാണ് അജു വന്നത്. ഏകദേശം ഒരു 9-10 മണിയായാലും ആയി. അജുവിന് ലേറ്റ് നൈറ്റ് വർക്ക് ഉണ്ടല്ലോ. എന്നാലും അജു പെട്ടെന്ന് വന്നിട്ട് സാന കഥ തുറക്കുക, എന്തുവാന്ന് പറഞ്ഞിട്ട് അജു വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അജുവിനെ പെട്ടെന്ന് പോയി ഹഗ് ചെയ്ത് കുറേ നേരം മിണ്ടാണ്ട് വന്നു. എനിക്കതാണ്, ആ ഒരു സൈലൻസ് എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. ബട്ട് നൗ ഈ ഒരു മൊമെൻറ്റിൽ ആ ഒരു ഭയങ്കര ഡയലോഗ് അടിക്കാൻ വന്നേ. ആ ഒരു സൈലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും. ബട്ട് ഓക്കെ, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അത് തീരുമാനിച്ചിറങ്ങിയതാണ്. ഇനി ഇവിടെ ചെന്ന് അവസാനിക്കാം. ഇതിപ്പോൾ കണ്ടോ, 1 മാസം കഴിഞ്ഞ് ഇവിടെ നിന്ന് മാറിയിട്ടൊരു വ്ളോഗ് എടുക്കും. ആ സൈലൻസ് എനിക്ക് പറ്റുന്നില്ലെന്നൊക്കെ. എന്ത് ചെയ്യാനാ?
സംടൈംസ് ഇതാണ് നല്ലത്. നമ്മളൊരു പ്രായമെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആര് നമ്മുടെ കൂടെ നിൽക്കും, ആര് നമ്മുടെ കൂടെ നിൽക്കില്ല, നമ്മുടെ കൂടെ നിന്നവരൊക്കെ എങ്ങനെയായിരുന്നു, നമ്മൾ കൊടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, വാല്യൂ, അവർ നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ചിന്തിക്കും. അതൊക്കെ ചിന്തിക്കാൻ ഒരു സാഹചര്യം ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. ആൻഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമ്മളെല്ലാവരും മനസ്സിലാക്കും. നമ്മൾ എത്ര ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ആരായാലും എല്ലാവർക്കും ദെയർ ഓൺ തിങ്സ്, അവരുടേതായ കാര്യങ്ങളുണ്ട്, അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന ടൈമിൽ ദേ വിൽ ലീവ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്കാവും. എന്നെ ആരും ഇട്ടിട്ട് പോയിട്ടില്ല, ഞാനൊരു ട്രൂത്ത് പറഞ്ഞതാണ്. ഇനി ഞാൻ ഡിപ്രഷനാണെന്ന് ആരും പറഞ്ഞുണ്ടാക്കരുത്. പിന്നെ നമ്മുടെ ഫാമിലി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വല്ലാണ്ട് ചിലവാക്കുന്നു ഞാൻ, ഭയങ്കരമായിട്ട് ഡ്രാമാറ്റിക് ആവുന്നു. ആക്ച്വലി എനിക്കല്ല, നിനക്കറിയത്തില്ല, എനിക്കിങ്ങനെ ക്യാമറ ഒന്നും നോക്കി കുറച്ച് കോക്കാം റീച്ചുകൾ സെൽഫ് ഒബ്സെഷനൊക്കെ ഭയങ്കര കൂടുതലാണ് ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ഇത് വീടടുക്കി പറക്കേണ്ട ഒരു ശോകം, പ്രഹസനം എന്നൊക്കെ പറയത്തില്ലേ, വീടൊന്ന് അടുക്കി പറക്കാൻ അതിൻ്റെ അഹങ്കാരമാണ് എനിക്ക്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ എനിക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ നിങ്ങളോടല്ല ഞാൻ വേറെ ആരോടെ പറയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ക്ലീക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് വ്ളോഗ്, കിച്ചൺ, അങ്ങനെ കുറേ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ശോകമായിരുന്നു, 5 മിനിറ്റോളം വളവള സംസാരിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. എനിവേ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ.